Hello, all my beautiful souls. Welcome back to my channel. I am so happy and excited to be here with another tarot reading. And I'm wishing you all a very great day ahead with lot of blessings, miracle, happiness, wish fulfillment and so much more. So, ഈ റീഡിംഗ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്ലസ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജ്. ഓൾറൈറ്റ്, സോ ആസ് യൂഷ്വൽ ഞാനിവിടെ 3 കാർഡ്സ് ആണ് എടുത്തു വെച്ചുള്ളത്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 ആൻഡ് കാർഡ് നമ്പർ 3. സോ തിങ്ക് അബൌട്ട് യുവർ കറന്റ് സിറ്റുവേഷൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട്. Alright, let's start with card number 1. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളടുത്ത് പറയാനുള്ളത് നോക്കാം. ഡോണ്ട് അഫ്രെയ്ഡ്, വട്ട് എവർ യു സീക്ക് ഇസ് ഓൾറെഡി വിത്തിൻ യു. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്താണോ തിരയുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ അന്വേഷിക്കുന്നത്, അത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അത് സന്തോഷമായാലും സമാധാനമായാലും സ്നേഹമായാലും ഇറ്റ്സ് ഓൾറെഡി വിത്തിൻ യു. ഓക്കെ, നമുക്കത് നമ്മളുടെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളിലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓൾറൈറ്റ്, ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്നാലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റുക. കാരണം യു ഹാവ് ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. Okay, everything is within you. It's already within you. Alright, എന്താണ് നിങ്ങളുടെ current situation നോക്കാം. Card number 1. What is your current situation? Card number 1. What's your current situation? How you can make things better? Card number 1. Tarot, help me with the right message for card number 1. Group number 1. What's your current situation? Money are coming. Okay, financial ആയിട്ടുള്ള ചേഞ്ച്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, ന്യൂ ജോബ് ആയിരിക്കാം, ആരുടെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ആയിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് മണി അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അത് കരിയറിലായിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓൾറൈറ്റ്, സോ യു ഹാവ് ടു മോർ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇൻവോൾവ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കാണിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല, അല്ലെ, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. സോ അവർക്ക് നമ്മൾ എന്താന്ന് കൂടുതൽ അറിയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കൂടെ ഇൻവോൾവ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം, നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന എന്തെങ്കിലും കാര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, എസ്പെഷ്യലി നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ അത് നമ്മളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു മിസ്സിങ്സ്. ഓക്കെ, എസ്പെഷ്യലി വേറെ ആൾക്കാർ ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ടായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 1. നിങ്ങൾ ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ബിക്കോസ് യു ആർ കൺഫ്യൂസ്ഡ്, നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റമായിരിക്കാം, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതുവരെ പോയിക്കൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്ന ഒരു സമയം കൂടി ആയിരിക്കും ഇത്. ആർക്കെങ്കിലൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, എസ്പെഷ്യലി ഫോർ ലവ്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങള് നിങ്ങൾ നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാത്ത പോലെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നത്, അതിൽ നിങ്ങൾക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നറിയില്ല. മേ ബി നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആരെടുത്തുന്നെങ്കിലും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നല്ലത് വരുന്ന സമയത്ത് പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേടി ഉണ്ടായിരിക്കാം. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ആയിട്ടുണ്ടാവും, നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൂടുള്ള ആൾക്കാരായിരിക്കാം, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കാം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സിറ്റുവേഷന്. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിംഗ്സ്, നിങ്ങളുടെ സ്നേഹം ആരുടെ അടുത്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണമായിരിക്കും, വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. ഓക്കെ, കാരണം ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ അതിനുണ്ടായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ അതിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ്, എസ്പെഷ്യലി ലവ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്, അതിൽ മാത്രമായിട്ട്. അല്ലെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം ഇതിലൂടെ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കണം. സോ ഇങ്ങനെ ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്ന സമയത്ത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് മാറാനുള്ള പേടി ഉണ്ടായിരിക്കാം. യു സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ദ സെയിം, അല്ലെ? റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ത് ഡിസിഷൻ എടുക്കണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഇപ്പോഴും ആ ഒരു കാര്യത്തിന് വേണ്ടി, സ്പെഷ്യലി സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കാർഡ് നമ്പർ 1, what is your current situation and what is next in your life? What's going to happen in the nearest future? Help me with the right message, Tarot. For card number 1, what's going to happen in the nearest future? Card number 1, what's going to happen in the nearest future? കാർഡ് നമ്പർ 1, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, എസ്പെഷ്യലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതിനുവേണ്ടി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പല വഴികളും നോക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫൈറ്റ് ചെയ്യാണ് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സോ കാർഡ് നമ്പർ 1, നിങ്ങൾ ഓവറായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാതിരിക്കുക. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ അതായത് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് പുറത്ത് അന്വേഷിക്കുന്നത്, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ നമുക്കത് തരാൻ പോകുന്നില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ കാർഡ് നമ്പർ 1, നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഓവറായിട്ട്
ഫൈറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അത് ജോലി ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അത് റിലേഷൻഷിപ്പോ, വ്യക്തിയോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയോ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമായിരിക്കാം. ഓക്കെ, സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓവറായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുകയാണ്, അത് എവിടെയും കാണുന്നില്ല. ആ ഒരു എഫേർട്ട് എവിടെയും കാണുന്നില്ല. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, പല പല വഴികളും നോക്കുന്നുണ്ടാവും. ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എപ്പോഴാണ് വരിക? നിങ്ങൾക്ക് ആ ഒരു വേർഡ്സ് ഓക്കെ കൊടുക്കുന്ന സമയത്ത്, നിങ്ങളുടെ വേർഡ് തിരിച്ചറിയുന്ന സമയത്ത്, നിങ്ങൾ എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത്, സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ എന്താണോ തിരയുന്നത്, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, അത് ആദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു കെയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളഞ്ഞിട്ട്, നിങ്ങളെ ബോധർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കൂടുതലുള്ള ആൾക്കാർ, ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ. സോ അതൊന്നും ഓവറായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കാര്യത്തിന് വേണ്ടിയിട്ട്, അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഓവറായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരാൾ നമ്മളെ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരില്ല. സ്നേഹമായാലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റെന്ത് കാര്യമായാലും, നിങ്ങൾ ഓവറായിട്ട് അതിനു വേണ്ടി മാത്രമായിട്ട് ഫോക്കസ്ഡ് ആവുന്ന സമയത്ത്, അത് വന്നാലേ നമ്മളെ ലൈഫിൽ സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് നമ്മളെ ലൈഫിലേക്ക് വരില്ല. വന്നാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നോ യുവർ വേർഡ്സ്. ഓക്കെ, യു ഡിസേർവ് ബെറ്റർ അല്ലെ. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നമുക്ക് ആ ഒരു പ്രയോറിറ്റി, ആ ഒരു ഇമ്പോർട്ടന്റ് ഒക്കെ കൊടുക്കേണ്ട സമയമാണ്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ തരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന, ഈവൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടാത്ത ആ ഒരു സിറ്റുവേഷന് യു ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ട്രസ്റ്റ് മീ. നിങ്ങൾ എന്താണോ, സ്നേഹമാണോ അന്വേഷിക്കുന്നത്, ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ജോലി ആയിരിക്കാം, എന്ത് കാര്യം, ട്രാവലിംഗ്, എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. Okay, so all you have to do, focus on yourself, love yourself, give that importance, give that priority for yourself. അതല്ലാതെ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വരണം എന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കണം, ആരുടെ അടുത്തെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കാം. സോ നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾക്ക് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സ്നേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും, എല്ലാം വരുന്നുണ്ട്. പക്ഷെ നിങ്ങളായിട്ടാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു കാര്യത്തിന് എന്താണ് നിങ്ങളുടെ ലൈഫിൽ, അതിന് നിങ്ങൾ ഓവറായിട്ട് പ്രയോറിറ്റി കൊടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് തോന്നുള്ളൂ എന്നൊരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. പല കാര്യങ്ങളും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവും, പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടാവാം. സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി കൊടുത്ത്, നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇൻഡിപെൻഡന്റ് ആവുക. യു ഡോണ്ട് നീഡ് എനിബഡി ടു കംപ്ലീറ്റ് യുവർ സെൽഫ്. ഓക്കെ, നമ്മൾ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണ് നമുക്ക് ആ ഒരു സ്നേഹം, കെയർ, ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. നമ്മൾ അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടുന്നും നമുക്കത് കിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരാളും അവരുടെ ലൈഫിൽ നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് വെക്കില്ല. സോ ഗീവ് ദാറ്റ് ഇമ്പോർട്ടൻസ് ടു യു. ഓക്കെ, ആ ഒരു പ്രയോറിറ്റി, ആ ഒരു സ്നേഹം, കെയർ ഒക്കെ നിങ്ങളാണ് ആദ്യം നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടുള്ള ആ ഒരു കാര്യം, ദാറ്റ് വിൽ കം ബാക്ക് ടു യുവർ ലൈഫ്.
ഓൾറൈറ്റ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, ആ ഒരു സപ്പോർട്ട് ഒക്കെ കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ന്യൂ എന്താ പറയാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്ന ഒരു സമയം കൂടിയാണ്. ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവാതെ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, അനാവശ്യ കാര്യത്തിന് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക, നമ്മളെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡ്. ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 2 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളടുത്ത് പറയാനുള്ളത് നോക്കാം. നോ യു ആർ ദ യൂണിവേഴ്സ് ആൻഡ് യു ആർ ദ പവർ. ട്രസ്റ്റ് യുവർ സെൽഫ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ നിങ്ങളുടെ പവറിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവില്. ബിക്കോസ് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന് പറയും അല്ലെ. സോ വി ആർ ദ യൂണിവേഴ്സ്. നമ്മളാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, നമ്മളാണ് ആ ഒരു പവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് അത് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോ ആൾക്കാരും. സോ ട്രസ്റ്റ് യുവർ സെൽഫ്, യു ക്യാൻ ഓൾസോ മേക്ക് ദിസ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ സക്സസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. യു ഹാവ് ദ പവർ ടു ചേഞ്ച് യുവർ സെൽഫ്. ആ ഒരു കഴിവുണ്ട്. സോ ആക്സെപ്റ്റ് യുവർ സെൽഫ്. ഓക്കെ, ഡോണ്ട് കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ്, അത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോ ആൾക്കാരും. നമ്മളാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഉള്ളത് അല്ലെ. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, അതൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണ്. കാർഡ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? കാർഡ് നമ്പർ 2, card number 2, what's your current situation? What's your current situation and what's gonna come in the nearest future? Card number 2, Tarot, help me with the right message. What blessings are coming for them? What's your current situation? So you have to end. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പം എന്ത് സിറ്റുവേഷനിലാണോ പോകുന്നത് ആ സിറ്റുവേഷൻ എൻഡ് ഒന്നെങ്കിൽ നിങ്ങളായിട്ട് എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എൻഡ് ആവാണ്. എന്നിട്ട് നിങ്ങളൊരു ന്യൂ ബിഗിനിങ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എനർജി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. മറ്റുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത് അല്ലെ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ആവാത്ത ആൾക്കാർ, സോ അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. അങ്ങനത്തെ ആൾക്കാരായിരിക്കാം, കാര്യങ്ങളായിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, നിങ്ങൾക്കറിയാം എന്താന്നുള്ളത്. സോ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനത്തെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സഡൻ ആയിട്ട് എൻഡായി അല്ലെങ്കിൽ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന കാര്യത്തിന് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എൻഡ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളെ ആ ഒരു സിറ്റുവേഷന് യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം. ഓക്കെ, അത് പെട്ടെന്ന് എൻഡ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ യൂണിവേഴ്സ് ആ ഒരു സിറ്റുവേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു ജസ്റ്റിസ് ഒക്കെ കൊടുക്കേണ്ട സമയമാണ്. മനസ്സിലാക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു കാര്യത്തിന്റെ പിറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. സോ നിങ്ങളുടെ ആ ഒരു വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഹെൽപ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും വേണം ഈ ഒരു സമയത്ത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ
കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ വീണ്ടും ചെല്ലുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്പർ 2, നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, സോ യൂണിവേഴ്സ് നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. സോ നിങ്ങളായിട്ട് വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് പോവാതിരിക്കാം. ഓക്കെ, നിങ്ങൾ പവർഫുൾ ആണ്, നിങ്ങളാണ് ആ ഒരു പവർ എന്ന് പറയുന്നത്. സ്വയം നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് ബെഗ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആരുടെ അറ്റൻഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്ട് കൊടുക്കണം. ഓൾറൈറ്റ്, നിങ്ങളെ ഹേർട്ട് ചെയ്ത ആൾക്കാർ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത്. സോ നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ആവാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ആൾക്കാർ, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, സിറ്റുവേഷൻ ആയിരിക്കാം. സോ അങ്ങനത്തെ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ആ ഒരു ജസ്റ്റിസ് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും. സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കോൺവെർസേഷൻ ഒക്കെ കാണുന്നുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഓഫേഴ്സ് ഒക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആൾക്കാരായിരിക്കാം, നിങ്ങളുടെ സ്നേഹം ഒരുപാട് യൂസ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു നേച്ചർ ഒരുപാട് യൂസ് ചെയ്യുന്ന ആരെങ്കിലും കാര്യങ്ങളായിരിക്കാം. സോ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഓൾറൈറ്റ്, ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കേണ്ട സമയമാണ്. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും എൻഡ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഡൻ ആയിട്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ആ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യൂണിവേഴ്സ് ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട് യു ഫ്രം സംതിങ്. ഓക്കെ, സോ നിങ്ങളായിട്ട് വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ആ ഒരു എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കായി പോയി, ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ ഒരുപാട് ഹേർട്ടായി, ആരും നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് തോന്നുന്ന സിറ്റുവേഷൻ ആണ് കാർഡ് നമ്പർ 2 നിങ്ങൾക്ക് എങ്കിൽ, വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. കാരണം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യം എൻഡ് ചെയ്യാണ്. ഓക്കെ, അതിലേക്ക് വീണ്ടും നിങ്ങൾ പോവാതിരിക്കുക. റൈറ്റ്, ചില കാര്യത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. യു ഹാവ് ടു റെസ്പോണ്ട് ഫോർ യുവർ സെൽഫ്. ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. നിങ്ങൾ വളരെ വീക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാർ പ്ലീസ് ചെയ്യുന്നുണ്ടാവും, ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എത്ര ഹേർട്ട് ചെയ്താൽ പോലും നിങ്ങൾ വീണ്ടും ആൾക്കാരെ പ്ലീസ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷന് വേണ്ടിയിട്ട്, അവർ നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിക്കാൻ വേണ്ടി, ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വീണ്ടും ആൾക്കാരിലേക്ക് തിരിച്ചു പോകുന്നതാണ് കാണുന്നത്, അവർ നിങ്ങൾ എങ്ങനെയൊക്കെ ഹേർട്ട് ചെയ്താലും. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കാർഡ് നമ്പർ 2 അങ്ങനെ ചെയ്യാതിരിക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് ഒറ്റയ്ക്കായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യൂണിവേഴ്സ് ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട് യു ഫ്രം ദാറ്റ് സിറ്റുവേഷൻ. ഓൾറൈറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ സ്വയം ഇത് മനസ്സിലാക്കി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാർഡ് നമ്പർ 2, what blessings are coming for you? What is next in your life? What's going to happen in the nearest future? And what's your current situation? കാർഡ് നമ്പർ 2. സോ കാർഡ് നമ്പർ 2, നിങ്ങൾ എസ്പെഷ്യലി റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളെ റിലേഷൻഷിപ്പ് വർക്ക് ആയിട്ടുണ്ടാവില്ല. നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ്ഡ് ആണ്. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും, വ്യക്തികളായിരിക്കാം, സ്നേഹമായിരിക്കാം, ന്യൂ ലവ് ആയിരിക്കാം, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ എന്തായി പോയിട്ടുള്ള ഒരു കാര്യത്തിലായിരിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതിനെ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു സമയമാണ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റോങ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം.
അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുക, റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ തെറ്റായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം തെറ്റായിരുന്നു, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാം ഒരാളുടെ വിഷമം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുണ്ടാവില്ല. മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്കാട്ടി കൂടുതൽ അവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന അതേ രീതിയിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടാവില്ല. നിങ്ങൾ കാരണമല്ല ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങളെ തന്നെ മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ആ ഒരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉൾവലിഞ്ഞ് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരിക്കാം. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ജസ്റ്റിസ് കൊടുക്കണം, ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യരുത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങൾ ഒരുപാട് നിങ്ങളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആവാതിരിക്കുക. നിങ്ങൾക്ക് ഈ സെയിം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ഉണ്ടായിട്ടുണ്ടാവും. സോ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടാവും. സോ നിങ്ങളുടെ എനർജിയൊക്കെ മറ്റുള്ള കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹോപ്പ് പോയിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം വീണ്ടും 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 നിങ്ങൾ ഹേർട്ട് ആയിട്ടുണ്ടാവാം. നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, എത്ര നിങ്ങളെ ഹേർട്ട് ചെയ്താലും നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓൾറൈറ്റ്, എന്തെങ്കിലും സഡൻ ആയിട്ട് ലൈഫിൽ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷന് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് എനിത്തിങ്. നിങ്ങളെ തന്നെ കൂടുതൽ വിശ്വസിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്ത ആൾക്കാരിലേക്ക് വീണ്ടും വീണ്ടും പോവാതിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക, ബെഗ് ചെയ്യാതിരിക്കുക. ഗീവ് ദ റെസ്പെക്ട് ഫോർ യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ്, യു ഡിസേർവ് ബെറ്റർ. ഓൾറൈറ്റ്, അതാണ് കാർഡ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു കാർഡ് നമ്പർ 3 നൗ. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, എന്താണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഏഞ്ചൽ അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളടുത്ത് പറയാനുള്ളത്? എവറിത്തിങ് ഹാസ് ഹാപ്പൻ ഫോർ എ റീസൺ. ഡോണ്ട് ക്വസ്റ്റ്യൻ, ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക എന്നാണ് പറയുന്നത്. സോ എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും, എത്ര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയാലും, ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും, അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ഓക്കെ, സോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. പാനിക് ആവാതിരിക്കാം, ഒരുപാട് പേടിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കാം. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. Alright, card number 3, what's your current situation and what's gonna come in your life in the nearest future? Tarot, help me with the right message for group number 3. What's the current situation and what's going to come in the nearest future for card number 3? എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? കാർഡ് നമ്പർ 3. Tarot, help me with the right message for card number 3. Card number 3. കാർഡ് നമ്പർ 3, റീസെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ലൈഫിൽ.
അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ടോക്സിക് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യലി നിങ്ങൾ ഏതെങ്കിലും മാരീഡ് ആയിട്ടുള്ള ആളെ അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉള്ള ആളെ ആയിരിക്കാം ഡീൽ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം മാരീഡ് ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആള്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവുക, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ഒരു ആളായിരിക്കാം. ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ. സോ ഡോണ്ട് ക്വസ്റ്റ്യൻ, ഗോ വിത്ത് ദ ഫ്ലോ. ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ഈ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടിയതിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളതിൽ ഒരു റീസൺ ഉണ്ടായിരിക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം വന്നതിന്, ആ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, ആ ഒരു കാര്യത്തിന് ഒരു റീസൺ ഉണ്ട്. സോ ഡോണ്ട് ക്വസ്റ്റ്യൻ ഇറ്റ്, ഗോ വിത്ത് ദ ഫ്ലോ. റിലേഷൻഷിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ജോലി കാര്യം ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. സോ സഡൻ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം, ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ. ഓൾറൈറ്റ്. കാർഡ് നമ്പർ 3, വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ ആൻഡ് വാട്ട്സ് ഗോണ ഹാപ്പൻ ഇൻ ദി നിയറസ്റ്റ് ഫ്യൂച്ചർ ഫോർ യു. നിങ്ങൾ ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, റിലേഷൻഷിപ്പ് എസ്പെഷ്യലി, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഒരുപാട് അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഓവർ ആയിട്ടുള്ള പൊസസീവ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് അഡിക്റ്റഡ് ആണ്, ഒബ്സസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വ്യക്തിയിലായിരിക്കാം ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരുപാട് ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ വേണ്ടിയിട്ട് ഒരുപാട് ഫോക്കസ്ഡ് ആവേണ്ട സമയമാണ്, അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ജോലി കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ജോലിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ഓഫർ ആയിരിക്കാം, ജോലിയുടെ ഓഫർ ആയിരിക്കാം, പ്രപ്പോസൽ ആയിരിക്കാം, എന്തെങ്കിലും സ്നേഹം, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ലവ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. കാർഡ് നമ്പർ 3. കാർഡ് നമ്പർ 3. സോ എന്തെങ്കിലും ലൈഫിൽ എൻഡായി എന്ന് തോന്നുന്ന കാര്യം, ബ്രേക്കപ്പ് ആയിട്ടുള്ള കാര്യം, റിലേഷൻഷിപ്പ് ഒക്കെ റീയൂണിയനിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഓവറായിട്ട് ഒബ്സസ്ഡ് ആവുന്ന കാണുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രപ്പോസൽ ആയിരിക്കാം, സ്നേഹമായിരിക്കാം, ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം, ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്ന റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എൻഡായി തോന്നുന്ന കാര്യത്തിൽ വീണ്ടും ആ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഓവറായിട്ട് ഒബ്സസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓവറായി ചിന്തിച്ചിട്ട് നിങ്ങളെ തന്നെ ഒരു ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. അതിന് പുറത്തു വരാനുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്. സോ ഈ ഒരു സിറ്റുവേഷന് നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീഡം നിങ്ങൾക്ക് കൊടുക്കുക. ഇമോഷണലി ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക, ഓവറായിട്ട് വിഷമിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ലെസ് അല്ല, നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നടന്നാലും അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, ആ ഒരു ഫ്ലോയിൽ പോവുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കാം, എന്തെങ്കിലും കാർമിക് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള ആളായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഫാമിലീസ്, രണ്ടാൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഓൾറൈറ്റ്. മാരേജ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിച്ച ആൾക്കാരായിരിക്കണം. നിങ്ങളിപ്പം ഫാമിലി ആയിട്ട് നിന്ന ആൾക്കാർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യം റീയൂണിയനിലേക്ക് വരുന്നതാണ് ഈ ഒരു സമയം, അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളായിട്ട് ഓവറായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് അതിനൊരു ഡിലേ വരുത്താതിരിക്കുക. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. എൻഡായി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു സ്പാർക്ക് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം എൻഡായതിന് ഒരു റീസൺ ഉണ്ട്.
ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ നടന്നതും അത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ആയതിന്, എൻഡ് ആയതിന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ഒരു റീസൺ ഉണ്ട്. അത് വീണ്ടും ആ ഒരു ന്യൂ സ്റ്റാർട്ട്, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു കാര്യം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു റീയൂണിയനിലേക്ക് വരികയാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരുടെ കൂടെ സന്തോഷമായിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരുപാട് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്റ്റക്കാക്കി വെക്കാതിരിക്കുക, ഓവറായിട്ട് ഒബ്സസ്ഡ് ആവാതിരിക്കുക, ഇതിൽ തന്നെ ഫോക്കസ്ഡ് ആവാതിരിക്കുക, അറ്റാച്ച്മെന്റ് കുറയ്ക്കുക. ഓൾറൈറ്റ്, കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയം വരുന്നുണ്ട്, ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കൂടെ, ഫാമിലീസിന്റെ കൂടെ ആയിരിക്കാം, ഒരുപാട് സന്തോഷമൊക്കെ തരുന്ന ഒരു സമയം കൂടിയാണ് വരുന്നത്. സോ ഓവറായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒബ്സസ്ഡ് ആവാതിരിക്കാം. ഓൾറൈറ്റ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവേണ്ട സമയമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിൽ ഒരുപാട് ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ ന്യൂ ജോബ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, ഓവറായിട്ടുള്ള ഒബ്സഷൻ കുറയ്ക്കുക, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അറ്റാച്ച്മെന്റ് കുറയ്ക്കുക, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയായിട്ടായിരിക്കാം, ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം, അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളായിട്ട് അത് ബ്ലോക്ക് ചെയ്യാതിരിക്കാം. സോ ഇപ്പം എന്തൊക്കെ സിറ്റുവേഷനിലാണോ നിങ്ങൾ പോകുന്നത് അത് ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യരുത്, ആ ഒരു ഫ്ലോയിൽ പോവുക. കാരണം ഇതിനൊരു റീസൺ ഉണ്ട്, ഇങ്ങനെ സംഭവിച്ചതിന് ഒരു റീസൺ ഉണ്ട്. ഒരുപാട് പേടിക്കേണ്ട കാര്യമല്ല കേട്ടോ. ഒരുപാട് നിങ്ങളെ തന്നെ ഇനി എന്താണ്, എങ്ങനെയാണ് ഈ സിറ്റുവേഷന് പുറത്തേക്ക് വരേണ്ടതെന്ന് അറിയില്ല, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എവറിത്തിങ് ഗോണ ചേഞ്ച്. ഓൾറൈറ്റ്, സോ അതാണ് കാർഡ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ് ടേക്ക് കെയർ.